നമസ്കാരം. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാനാവില്ല. അതെ, ഇന്ന് പലരുടെയും സ്ഥിതി ഇങ്ങനെയാണ്. ഇതേ മൊബൈൽ ഫോൺ എത്രയോ പേർക്ക് പണി കൊടുത്തിരിക്കുന്നു. ഇന്നത്തെ മിക്കവാറും എല്ലാ തട്ടിപ്പുകളും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. എത്ര പേരുടെ ലക്ഷങ്ങളും കോടികളുമാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്. പണം മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അനേകം പേരുടെ ജീവനും ജീവിതവും കൂടിയാണ്. സ്വകാര്യ ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങിയവ സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. താമസക്കാരോട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സൈബർ ചൂഷണത്തിന് ഇരയാകുന്നത് ഒഴിവാക്കുന്നത് തടയാനും ശക്തമായ മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ ഫീച്ചറുകളുമായി അപ്ഗ്രേഡ് ചെയ്ത സ്മാർട്ട് ഫോണുകളുടെ പുതിയ മോഡലുകൾ വരുന്നതോടെ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി പലരും തങ്ങളുടെ പഴയ സ്മാർട്ട് ഫോണുകൾ വിൽക്കാറുണ്ട്. എന്നാൽ ഇത് അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതകൾ അതിന് പിന്നിൽ പതിയിരിക്കുന്നുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. അനധികൃത വ്യക്തികൾക്ക് ഫോണിലെ വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചാൽ അവ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഫോണിലെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗും ചൂഷണവും ചെയ്തേക്കാം. തങ്ങളുടെ ഉപകരണങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യുന്നതിന് മുമ്പായി അവയിലെ പ്രധാനപ്പെട്ട ഡേറ്റ ബാക്കപ്പ് ചെയ്തു വെക്കണം. അവയിലെ എല്ലാ സെൻസിറ്റീവ് വിവരങ്ങളും, പ്രത്യേകിച്ച് സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അതോറിറ്റി എടുത്തു പറയുന്നു. വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ അവരുടെ ഡേറ്റയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടാതെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കിടുന്നതിന്റെ അപകട സാധ്യതകളും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കണം. കുട്ടികൾ സൈബർ ചൂഷണത്തിന് വിധേയരാകുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ താമസക്കാർക്ക് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സൈബർ തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകാനുള്ള സാധ്യത കുറയ്ക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മാർട്ട് ഫോൺ സുരക്ഷിതമാക്കുന്നതിനും വ്യക്തിഗത ഡേറ്റ പരിരക്ഷിക്കുന്നതിനുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത്, മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വിശ്വസനീയമല്ലാത്ത ആപ്പുകളും ലിങ്കുകളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശരീരഭാഗങ്ങൾ വെളിപ്പെടുത്തുന്ന ഫോട്ടോകളും വീഡിയോകളും പങ്കിടാതിരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്വകാര്യ ഫോട്ടോകളോ വീഡിയോകളോ സൂക്ഷിക്കരുത്. കാരണം അവ കളഞ്ഞു പോവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ സ്വകാര്യ വിവരങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ അകപ്പെടും. ഫോണിലെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യുക. മൊബൈൽ ഫോൺ വിൽക്കുമ്പോൾ ഫോണിലെ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്തിരിക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിഗത വിവരങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും പങ്കിടുന്നത് ഒഴിവാക്കുക. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെയും സുരക്ഷ, സ്വകാര്യത ക്രമീകരണങ്ങൾ പരിശോധിക്കുക. കൊള്ളയടിക്ക് ഇരയാകുന്നത് തടയാൻ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് രക്ഷിതാക്കൾ കൃത്യമായി നിരീക്ഷിക്കണം. ശക്തമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കുക. പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റുകയും വ്യത്യസ്ത അക്കൗണ്ടുകൾക്കോ സിസ്റ്റങ്ങൾക്കോ വേണ്ടി ഒരേ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. സൂക്ഷിച്ചോളൂ, തട്ടിപ്പും വെട്ടിപ്പും നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. കരുതിയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണവും മാനവും നഷ്ടമായേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.